പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. താണ്ടെ നമ്മുടെ കൂടെ അത്തൂസ് ഉണ്ട്, പിന്നെ താണ്ടെ ആള് ഡ്രൈവിംഗിലാണ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു ടൂർ പോവാണ് കേട്ടോ. എന്തായാലും എന്റെ ബർത്ത്ഡേ ആയി, പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയി. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ആകെ ഡിപ്രഷനൊക്കെ അടിച്ച് കോവിഡ് വന്നതോടുകൂടി പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയി. എത്രയോ നാളുകൾക്ക് ശേഷമാണെന്നറിയാം ഇങ്ങനെ ഒരു യാത്ര. ഈ കോവിഡൊക്കെ അടിച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഒത്തിരി നാളങ്ങ് ഇരുത്തി കളഞ്ഞില്ല. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് ഈ ഡിപ്രഷനൊക്കെ ഒന്ന് വിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊന്ന് പോയി ഒരു 2 ദിവസം ഇല്ല 2 ദിവസത്തേക്ക് പോയി ഒന്ന് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നത് അത് പറയുന്നില്ല, അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഏകദേശം നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് നമ്മളൊരു 10:30 ആയപ്പോൾ ഇറങ്ങിയതാണല്ലേ. 10:30 ആയപ്പോൾ ഇറങ്ങി. ഇപ്പം സമയം 12:30. ഇനിയൊരു 1/2-3 മണിക്കൂറിനുള്ളിൽ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നമുക്ക് എവിടെയെങ്കിലും കയറി അവിടെ വരെ എത്താൻ പറ്റത്തില്ല. എനിക്ക് നല്ല വിശപ്പ്. ഫുഡ് അടിക്കാം, എവിടെയെങ്കിലും കയറി നല്ല ഫുഡ് അടിക്കാം. ഇപ്പൊ നമ്മള് കുമരകം എത്തിയിട്ടുണ്ട് ഏകദേശം. കുമരകം താണ്ടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിന്റെ നടുക്കിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഏറ്റവും വലിയ കായലാണോ വേമ്പനാട്ട് കായൽ? കേരളത്തിലെ ഏറ്റവും വലിയ. അതുകൊണ്ട് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിട്ടാണ്? ആ ഒരു ഏരിയയിലായിട്ടായിരിക്കും. ഐ മീൻ ഇവിടെയാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പോവുകയാണ്. ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ടൂറിസ്റ്റ് ഒക്കെ ഇറങ്ങി തുടങ്ങിയെന്നാണ് എന്റെ വിശ്വാസം. ഡിസംബർ ഷാഫി അതെ, ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ റൂമിലോട്ട് പോവാണ്. ഇവിടുന്ന് എല്ലാ പരിപാടിയും പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല സെറ്റപ്പാണ്. അടിപൊളി വൈബ്, സെറ്റപ്പ് വൈബ്, പൊളിച്ചു. ഇല്ലയാ ഇഷ്ടപ്പെട്ടാ? ബാ
നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അത്തോ അവിടെ നോക്കി കണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ അടിപൊളി. ആ അവാ അയ്വാ. ഓ ഇത്രയും നടക്കാനുണ്ടോ? അടിപൊളി സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സെറ്റപ്പ് ഇല്ലയോ? അപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അബാദ് വിസ്പറിംഗ് പാംസിൻ്റെ ഒരു അടിപൊളി കിടിലൻ എന്താ പറയുക റിസോർട്ടിലാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ റൂം അങ്ങ് അറ്റത്താണ്. ഇവിടെ 3 പൂൾ വില്ലയുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്തു. ഇവിടെ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഇത് ഏത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. കണ്ടോ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതൊരു ഫ്രൂട്ട് ഉണ്ട് ഇവിടെ. യെസ് നമുക്ക് പോയിട്ട് ഇവിടെ എവിടെയോ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഉണ്ട്. നമുക്കൊന്ന് പോയി തപ്പി പിടിക്കാം. എവിടെയെങ്കിലും ഉണ്ടാകും, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. യെസ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല 2 സൈഡ് ഫുൾ ഗാർഡനൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളാണ്. ആ ഇതാണോ? ഹലോ അത്ത. ഹായ് പറഞ്ഞേ. മീനെ കയറത്തില്ല, അതിനകത്തോട്ടും മീനില്ല. ഹായ് ഹായ് ഹായ്. ഇതാണ് നമ്മുടെ പൂൾ വില്ല. യെസ് അപ്പോൾ തുറക്കത്തില്ല. തുറക്കണം. ഇത് പണ്ടത്തെ തറവാട്ടിന്റെ ഒരു ഹെറിറ്റേജ് സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയാം. നമുക്ക് ഉപകാരം ചെയ്യാം. നമ്മൾ വീട് പണിയുമ്പോഴേ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴേ അടച്ചില്ല, മേലിൽ കൂടെ എയറും കയറും, പിള്ളേർ പുറത്തതുമില്ല. ഇത് ശരിക്കും ഒരു വീട് അല്ല, ഒരു ചെറിയൊരു വീട് പോലെ. ബാംബു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുൾ ബാംബു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് മതില് നല്ല ഭംഗി ലൈറ്റ് ഒക്കെ അല്ലേ. നമ്മൾ താമസിക്കാൻ പോകുന്ന ശരിക്കും ബാംബു ഹട്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ബാംബു ഹട്ട് എന്ന് അതിന്റെ മേളിൽ ഓടിട്ടിട്ടുണ്ട്. താഴെ ഒരു സീലിംഗ് പോലെ ബാംബു കൊടുത്തേക്കാണ്. പക്ഷെ സംഭവം പൊളിയാണ് കേട്ടോ. കാണാം അല്ലേ. അകത്തെ റൂമൊക്കെ അപ്പോ നമുക്ക് അകത്ത് കാണാം. 401 റൂം നമ്പർ 401 ആണ്. എങ്ങനെയാണ് നമുക്ക് തുറക്കുന്നത്? ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ കണ്ടേ അടിപൊളി സ്റ്റേ ആണ്. ഭയങ്കര ആഗ്രഹം എന്തുപോലെ ഒരു പൂൾ വില്ലയിലൊക്കെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് ഈ വർഷം എൻഡിങ് ആയോട് കൂടി ഇത് സാധിച്ചു. സോ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഇതാണ് മെയിൻ ലൈറ്റ്. അതെയാ ഈ സാധനം അതിനകത്ത് ഇടണമെന്ന് തോന്നുന്നു. കത്തുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്കൊരു TV ഉണ്ട്. നോക്കാം. ഒരു ചെറിയ റൂം ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം, ചൂടാണ്. പിന്നെ ഇവിടെ ചായയൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്തത് മിൽക്കിന്റെ സംഭവം, മിൽക്ക് പൗഡർ സെറ്റപ്പ് ഉണ്ട്. നോക്കി അങ്ങോട്ടൊക്കെ എത്ത നോക്കി. ഹലോ ഇവിടെ ഒരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഹലോ അപ്പൊ ഭയങ്കര കളി. അയ്യോ ഹലോ. യെസ് ഇനി നമുക്കിവിടെ ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഓപ്പൺ ടോയ്ലറ്റ് ആണ്. ഓപ്പൺ ടോയ്ലറ്റോ? ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട വിശാലമായ ചെടിയൊക്കെയാണ് ടോയ്ലറ്റിനകത്ത്. ചെടി എല്ലാ സെറ്റപ്പും. ഇതിന്റെ മുകളിൽ ഇങ്ങനെ നെറ്റ് വെച്ചേക്കാണ് ഇവിടെ. പക്ഷേ സെക്യൂർ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോക്കുന്നൊന്നുമില്ല, നല്ല സെക്യൂർ ആണ്. പിന്നെ അപ്പുറം ഷവറൊക്കെ ഉണ്ട്. ഷവറിംഗ് ഏരിയ വേറെ കുഴപ്പമില്ല, ക്ലീൻ ആണ്. പിന്നെ ടോയ്ലറ്റ് കുഴപ്പമില്ലാത്ത ടോയ്ലറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ഇല്ല എടുത്ത് പറയാൻ. എല്ലാം സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അവനിങ്ങനെ കളിക്കണം.
യെസ്, ഇനി നമ്മുടെ അടിപൊളി വ്യൂയിലേക്കോ. ഇനി ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? ഇത് നമ്മളെ ഈ ഒരു റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. യെസ്, പൂൾ. നമുക്ക് വേണ്ടിയിട്ട് ഒരു പൂള്, നമ്മുടെ സ്വന്തം പൂളാണ് അല്ലേ? അടിപൊളി. അത് വെള്ളം 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 വെള്ളത്തിന് പോവാം. ആ വെള്ളം, ഇതാണ് നമ്മുടെ സ്വന്തം പൂൾ. പൂള് സെറ്റപ്പ് കൂടെ ഉണ്ട്. വെള്ളം, അയ്യോ വെള്ളം. ഇവിടെ ഇരിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ രാത്രിയൊക്കെ നല്ല രസമാണ്. ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുക, എപ്പോഴും വെള്ളം ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം എപ്പോഴും ഒരു അനക്കമുണ്ട് ഇതിനകത്ത്. പിന്നെ കുളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ട ഇവിടെ കിടന്ന് വെയിൽ കൊള്ളാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഡ്രൈയിങ് ഏരിയ. നമ്മൾ നോർമലി കാണുന്നതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്, ആഴമുണ്ട്. അത് നമുക്ക് ഇറങ്ങുമ്പോൾ നോക്കാം. കുഴപ്പമില്ല. ഇതാണ് വീട്ടിൻ്റെ സെറ്റപ്പ്. പൂള് കണ്ടപ്പോൾ തന്നെ പൂളി ചാടണം, അപ്പം തന്നെ ചാടണം, അപ്പം തന്നെ നീന്തണം, അപ്പം തന്നെ എന്ത് കുളിക്കണം എന്നും പറഞ്ഞ് ഷർട്ടും പാൻറ്റും ഒക്കെ ഊരി അങ്ങോട്ട് കളഞ്ഞിട്ട് അങ്ങ് ബഹളം തുടങ്ങി. പിന്നെ ഒരു കണക്കിന് നമ്മൾ വിളിച്ചോണ്ട് വന്നതാണ്. ഓക്കെ, അപ്പം നടക്കാൻ കുഴപ്പമില്ല, നല്ല ഒരു വൈബാണ് ഇവിടെ, സെറ്റപ്പ് വൈബാണ്. പിന്നെ ഇവിടെ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ CCTV ക്യാമറയുണ്ട്. എല്ലാം സെക്യൂറാണ്, ഫുള്ള് സെക്യൂറാണ്. എല്ലാ സ്ഥലവും സെക്യൂറാണ്. ഒരു കുഴപ്പമില്ല. ഫാമിലി വന്നാലും എങ്ങനെയാണെങ്കിലും ഫുൾ സെക്യൂറാണ്. ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. ഇവിടെ വന്നിട്ടൊന്നും പറയാനില്ല. കൊള്ളാം. നമ്മുടെ ലേക്കുണ്ട്, നമുക്ക് ആ ലേക്ക്. ഓക്കെ, ആ വേമ്പനാട്ട് കായലിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണാം. അരയണം പിടിച്ചോ. ബബ്ബ ഹായ്, അതും ആയി പറയുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞ
ഇവിടുത്തെ മെയിൻ പൂളാന്ന് തോന്നില്ല. ഈ പൂള് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഓപ്പൺ ആവും താമസിക്കാതെ. ഈ മന്ത് ലാസ്റ്റോടെ ഈ പൂള് ഓപ്പൺ ആവും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാൽ ഈ പൂളൊന്ന് ഓപ്പൺ ആയിട്ട് വരണം. കുട്ടികൾക്ക് കളിക്കാനുള്ള പൂള് സെപ്പറേറ്റ് ഉണ്ട് ഇല്ല? ഇത് കുട്ടികൾക്കുള്ള പൂളാന്ന് തോന്നില്ലേ? അതെ, കുട്ടികൾക്കുള്ള പൂളാണ്. ചെറിയ പൂള്. ഇതും ചെറുതാണല്ലോ. ഇത് കുറച്ചുകൂടെ ആഴമുണ്ട്. അത് കുട്ടികൾക്കുള്ളത്. ഇത് കുറച്ചുകൂടെ ആഴമുള്ള പൂളാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുംതോറും ആഴം ഇങ്ങനെ സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുംതോറും ആഴം കൂടി വരുന്നത് കണ്ടോ? ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. പിന്നെ ലേക്ക് വ്യൂ അതാന്ന് തോന്നില്ല. ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ബുക്ക് ചെയ്ത് നമ്മളതല്ലേ. എന്താണ് അനങ്ങി നടക്ക്. ഇത് കണ്ട ആകെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ബോട്ടിങ് ഫിഷിംഗ് ഒക്കെ ഉണ്ട്. നമ്മള് ഇതാണ് മറ്റേ ലേക്ക് വ്യൂ. ഇതാണ്. ഇതിന് റേറ്റ് കുറവാന്ന് തോന്നുന്നില്ലേ? ഇതിന്റെ കോട്ടേജിന്റെ റേറ്റ് കുറവാണോ അല്ലേ? അല്ലേ? 4ഉം 3ഉം ഒക്കെ 3 ആണോ? 4 സംതിങ് ആണല്ലോ ഇപ്പം സീസൺ ആയതുകൊണ്ട് 4000 സംതിങ് ഒക്കെ വരും. സീസൺ അല്ലാത്ത സമയത്ത് കുറയും. ഇവിടെ കുറച്ച് ബോട്ടും ഒക്കെ കിടപ്പുണ്ട്. വേണ്ട സ്പീഡ് ബോട്ടും 4 പേർക്ക് സഞ്ചരിക്കാം, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ബോട്ടും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇത് എന്തോ മീനെ വളർത്താൻ വേണ്ടി കെട്ടിയിട്ടേക്കണോ? ആണോ? മീനെ വളർത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. മീനെ വളർത്താൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കും സെറ്റപ്പാണ്. നമ്മൾ ആ പൂളിൻ്റെ വ്യൂ ഒന്ന് കാണാൻ പോവാം. ഇത് കണ്ടോ? ആ പൂള് രാവിലെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കണം അല്ലയോ? എന്ത് രസമാണ്. എന്ത് ഇതിന് നീ പകരം വീട്ടിൽ ഞാൻ ഇത് ചീറ്റിംഗ് ആയിപ്പോയി. ഇത് മനഃപൂർവ്വമാണ് കേട്ടാ. ഇതിന് നമുക്ക് പണി കൊടുക്കണം.